എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. സക്കീർ ഹുസൈൻ കമ്മിറ്റി വർഷം എന്ന് പറയുന്നത് 1937 സക്കീർ ഹുസൈൻ കമ്മിറ്റി വർഷം 1937 വർഷം കൂടി നമ്മൾ പഠിച്ചു വെച്ചേക്കണം. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാല്, ബോധന മാധ്യമം മാതൃഭാഷയിലായിരിക്കണം എന്ന് നിഷ്കർഷിച്ച കമ്മിറ്റിയാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ബോധന മാധ്യമം, പഠന മാധ്യമം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? കുട്ടികൾക്ക് മാതൃഭാഷയിൽ വേണം നൽകാൻ എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് ഇത്, സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഇനി അടുത്തതായിട്ട് പറയുന്നത് 7 മുതൽ 14 വയസ്സ് വരെ 7 വർഷക്കാലം ദേശീയ അടിസ്ഥാനത്തില് എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഇപ്പൊ ഈ വയസ്സൊന്ന് ഓർത്തു വച്ചേക്കണേ. എത്ര മുതൽ എത്ര വരെയാണ്? 7 മുതൽ 14 വയസ്സ് വരെയാണ്. നമ്മൾ 6 മുതൽ എന്നൊക്കെ പറഞ്ഞ് കാണും ഓരോ കമ്മിറ്റിക്കകത്ത് വരുമ്പോ, അല്ലെ? ഇവിടെ നമുക്ക് പഠിക്കേണ്ടുന്നത് 7 മുതൽ 14 വയസ്സ് വരെ എന്നുള്ളതാണ്. 7 മുതൽ 14 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് എങ്ങനെ നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊക്കെയാണ്? ബോധന മാധ്യമം ഏത് ഭാഷയിൽ നൽകണം? മാതൃഭാഷയിൽ നൽകണം. അതുപോലെ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ 7 വർഷക്കാലം എങ്ങനെ ദേശീയ അടിസ്ഥാനത്തില് എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റാലെ കമ്മീഷൻ ആണ്. റാലെ കമ്മീഷൻ വർഷം 1902 റാലെ കമ്മീഷന്റെ വർഷം എന്ന് പറയുന്നത് 1902. എന്തൊക്കെയാണ് റാലെ കമ്മീഷന്റെ പ്രത്യേകത? കുറച്ച് പഴയ കമ്മീഷനാണ്, അല്ലെ? വർഷം നോക്കിക്കേ, 1902 എന്നാണ് പറയുന്നത്. പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് ഏത്? റാലെ കമ്മീഷൻ എന്ന് പറയുന്നത്. നമ്മൾ സർവകലാശാല കമ്മീഷൻ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന പേരെന്ന് പറയുന്നത് ആരുടേതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്, അല്ലെ? അതിനെയാണ് നമ്മൾ സർവകലാശാല കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ വന്ന മാറ്റം എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ, അതായത് രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരു സർവകലാശാല കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നെയാണ്, അല്ലെ? അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് ഏത്? റാലെ കമ്മീഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം. റാലെ കമ്മീഷൻ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആണോ എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ശ്രദ്ധിച്ചു വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഇനി എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ടേമാണ് സർവകലാശാല നിയമം എന്നുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും സർവകലാശാല നിയമം നിലവിൽ വന്നത് എന്ന്. ഏത് വർഷമാണ്? 1904 സർവകലാശാല നിയമം നിലവിൽ വരുന്നത്. അത് നമ്മൾ കേട്ട് പരിചയമായിട്ടുള്ളതാണ് ആ വർഷം എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യൻ സർവകലാശാല നിയമം 1904 നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏതാന്ന് ചോദിച്ചാലും 1902 റാലെ കമ്മീഷനാണ്. കിട്ടിയോ? ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? റാലെ കമ്മീഷൻ 1902. വർഷം വെച്ചിട്ട് കണക്ട് ചെയ്യാം. ആദ്യം ഏതാണ്? 1902 റാലെ കമ്മീഷൻ വരുന്നത്. അതിനുശേഷമാണ് ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വരുന്നത്. 2 വർഷം കഴിയുമ്പോൾ. അതുകൊണ്ട് വർഷം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 1902 1904. ഇനി ഈ കമ്മീഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല്, ഇന്റർമീഡിയറ്റ് കോഴ്സ് റദ്ദാക്കി എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. എന്താണ്? ഇന്റർമീഡിയറ്റ് കോഴ്സ് റദ്ദാക്കി. അതുപോലെ BA ഡിഗ്രി കോഴ്സ് 3 വർഷമാക്കി. BA ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് BA ഡിഗ്രി കോഴ്സ് 3 വർഷമാക്കിയ കമ്മീഷനും ഏതാണ്? ഈ പറയുന്ന റാലെ കമ്മീഷനാണ്. ഈ റാലെ കമ്മീഷനെ നിയമിക്കുന്നത് കഴ്സൺ പ്രഭു ആണെന്ന് കൂടി ഓർത്തു വെച്ചേക്കണം. റാലെ കമ്മീഷനെ നിയമിക്കുന്നത്
കഴ്സൺ പ്രഭു ആണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് റാലെ കമ്മീഷനിൽ പഠിച്ചത്? റാലെ കമ്മീഷൻ നിലവിൽ വരുന്നത് 1902 അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് ഇത് റാലെ കമ്മീഷൻ. ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വരാൻ കാരണമായ കമ്മീഷനും റാലെ കമ്മീഷൻ തന്നെയാണ്. പ്രത്യേകതകൾ 2 പറഞ്ഞു. ഇന്റർമീഡിയറ്റ് കോഴ്സ് റദ്ദാക്കി, BA ഡിഗ്രി കോഴ്സ് 3 വർഷമാക്കി. ഇനി റാലെ കമ്മീഷനെ നിയമിക്കുന്നത് ആരാ എന്ന് പറഞ്ഞു? കഴ്സൺ പ്രഭു ആണ്. അതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സാഡ്ലർ കമ്മീഷൻ ആണ്. സാഡ്ലർ കമ്മീഷൻ വർഷം എന്ന് പറയുന്നത് 1917 ആണ്. 1917. ഇതിന്റെ വർഷം ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ്. സാഡ്ലർ കമ്മീഷൻ 1917 എന്ന് കൂട്ടിച്ചേർത്ത് പഠിച്ചു വെച്ചേക്കണം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷനാണ്. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ, അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് സാഡ്ലർ കമ്മീഷനാണ്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ്ദ സ്കൂളുകളില് ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഇത് സാഡ്ലർ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത? മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കൂളുകളില് പർദ്ദ ആരംഭിക്കാൻ, അതായത് പർദ്ദ ഇടാനുള്ള അവകാശം അതിനുവേണ്ടി ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഇത് സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ വർഷവും കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നു എന്നുള്ളതും മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ്ദ സ്കൂളുകളിൽ ആരംഭിക്കാൻ ശുപാർശ ചെയ്തതുമാണ് സാഡ്ലർ കമ്മീഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പഠിച്ചു വെച്ചേക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൽബർട്ട് വുഡ് കമ്മീഷൻ 1937. ആൽബർട്ട് വുഡ് കമ്മീഷൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാല് രാജ്യത്താദ്യമായിട്ട് പോളിടെക്നിക്കുകൾ സ്ഥാപിക്കാൻ കാരണമായ കമ്മീഷനാണ് ഏത്? ആൽബർട്ട് വുഡ് കമ്മീഷൻ. എന്താണ് പ്രത്യേകത? പോളിടെക്നിക്ക്. അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് പോളിടെക്നിക്കുകള് സ്ഥാപിക്കാൻ കാരണമായിട്ടുള്ള കമ്മീഷൻ ഏതാന്ന് ചോദിച്ചാല് അത് ആൽബർട്ട് വുഡ് കമ്മീഷൻ ആണ്. വർഷം 1937. അപ്പൊ അതിന് തൊട്ട് മുന്നേ പഠിച്ച വർഷം ഏതായിരുന്നു? സാഡ്ലർ കമ്മീഷൻ 1917. ആദ്യം പഠിച്ച റാലെ കമ്മീഷൻ എന്ന് പറയുന്നത് 1902 അപ്പൊ പോളിടെക്നിക്ക് എന്ന് കേട്ട് കഴിഞ്ഞാൽ ടേം ഓർക്കുക, ആൽബർട്ട് വുഡ് കമ്മീഷൻ. അടുത്തെന്ന് പറയുന്നത് ഹർട്ടോഗ് കമ്മിറ്റിയാണ്. ഹർട്ടോഗ് കമ്മിറ്റി ഇത് രൂപീകരിക്കുന്നതെന്ന് പറയുന്നത്, സ്ഥാപിക്കുന്നതെന്ന് പറയുന്നത് 1929 1929 രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് ഇതെന്ന് പറയുന്നത് ഹർട്ടോഗ് കമ്മിറ്റി. വർഷം മാത്രം ഓർത്തു വെക്കുക. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സർ ഫിലിപ്പ് ഹർട്ടോഗ് ആയിരുന്നു. ചെയർമാൻ സർ ഫിലിപ്പ് ഹർട്ടോഗ് ആയിരുന്നു എന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയാണ്? നല്ല രീതിയിൽ പഠിച്ചു വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണല്ലേ. ഇപ്പൊ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്താണ് പ്രത്യേകതകള്? നോക്കിക്കേ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു ഏത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പൊ ഓർത്തു വെക്കണം, അതിനു മുന്നേ നമ്മളൊരു വിദ്യാഭ്യാസ കമ്മീഷൻ, അതായത് യൂണിവേഴ്സിറ്റി കമ്മീഷൻ, സർവകലാശാല കമ്മീഷനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേതായിരുന്നു? 1902 റാലെ കമ്മീഷനെ പറ്റി നമ്മൾ പഠിച്ചില്ലേ? 1902 റാലെ കമ്മീഷൻ എന്തായിരുന്നു പ്രത്യേകത? അതും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ആയിരുന്നു. എന്നാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട കമ്മീഷനാണ്. അതല്ലെങ്കിൽ സർവകലാശാല കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. പ്രത്യേകത സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. എങ്ങനെ അറിയപ്പെടുന്നു? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. അതിന് മലയാളത്തിൽ പറയുമ്പോഴാണ് സർവകലാശാല കമ്മീഷൻ. ഈ സർവകലാശാല കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1949 അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്
രാധാകൃഷ്ണൻ കമ്മീഷൻ 48, 49 എന്നല്ലേ നമ്മൾ കാണുന്നത്. അപ്പം ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്? 1949. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ശാന്തിനികേതൻ ജാമിയ മില്ലിയ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഏത്? ഈ പറയുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഏത് ടേം ഓർത്തു വെച്ചേക്കണം? റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ചു. റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പൊ എന്തൊക്കെ പോയിന്റുകൾ പറഞ്ഞു ഓർത്തു നോക്കിക്കേ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു. എങ്ങനെ അറിയപ്പെട്ടു? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ഇത് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1949. ഏത് സർവകലാശാലകളെ മാതൃകയാക്കിയാണ് റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ നിർദ്ദേശിച്ചത് എന്ന് ചോദിച്ചാല്, ശാന്തിനികേതനും ജാമിയ മില്ലിയ സർവകലാശാലകളെ മാതൃകയാക്കിയാണ്. ഇനി ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ. ഇപ്പൊ നോക്കിക്കേ, സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ വിവിധ വശങ്ങൾ പഠിക്കുക, അതിന്റെ പുനഃസംവിധാനവും പരിഷ്കരണവും, ഇതൊക്കെയായിരുന്നു ഏത്? രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ വിവിധ വശങ്ങൾ പഠിക്കുക, സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ വിവിധ വശങ്ങൾ പഠിക്കുക, ഇനി അതിന്റെ പുനഃസംവിധാനം, പരിഷ്കരണം, ഇവയൊക്കെ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ വിവിധ വശങ്ങൾ പഠിക്കുക, അതിന്റെ പുനഃസംവിധാനവും പരിഷ്കരണവും ഒക്കെ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇനി നോക്കിക്കേ, സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തൊക്കെ? നമ്മള് തൊട്ട് മുന്നേ പറഞ്ഞ എന്തായിരുന്നു? അതിന്റെ ലക്ഷ്യമായിരുന്നു അല്ലെ? ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നാണ് പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് ശുപാർശ ചെയ്തത് എന്ന് ചോദിച്ചാല്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. ഒന്നാമത്തെ ശുപാർശയായിരുന്നു ഏത്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. എപ്പോഴും നമ്മൾ ഓരോ കമ്മീഷനെ എടുക്കുമ്പോഴും നമ്മൾ മെയിൻ ആയിട്ട് കേൾക്കുന്നതാണ് ഈ 2 പോയിന്റ് അല്ലെ? അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്തത് മറ്റാരുമല്ല, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. മറന്നു പോകരുത്. UGC രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനത്തില് കാര്യമായിട്ടുള്ള പങ്കുണ്ടായിരിക്കണം എന്നും ആര് പറഞ്ഞു? ഈ പറഞ്ഞ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനത്തില് കാര്യമായിട്ടുള്ള പങ്കുണ്ടായിരിക്കണം. ആർക്ക്? കേന്ദ്ര ഗവൺമെന്റിന് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനത്തില് കാര്യമായ പങ്കുണ്ടായിരിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ആര്? സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? എന്തൊക്കെ ശുപാർശകളാ പറഞ്ഞത്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, UGC രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്തു. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനത്തില് കാര്യമായിട്ടുള്ള പങ്കുണ്ടായിരിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏത്? സർവകലാശാല കമ്മീഷൻ എന്ന് പറയുന്നത്. അത്രയും പോയിന്റ് ക്ലിയർ ആയെങ്കിൽ സർവകലാശാലകളുടെയും അഫിലിയേറ്റഡ് കോളേജുകളുടെയും മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം. സർവകലാശാലകളുടെയും അഫിലിയേറ്റഡ് കോളേജുകളുടെയും മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതും
ഈ പറയുന്ന രാധാകൃഷ്ണൻ കമ്മീഷനാണ്. എന്താണ്? സർവകലാശാലകളുടെയും അഫിലിയേറ്റഡ് കോളേജുകളുടെയും മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ്. ഇനി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 3000 ഒരു കോളേജിൽ 1500 നിശ്ചയിച്ച കമ്മീഷനാണ്. ഒരു സർവകലാശാലയിൽ മൊത്തത്തില് 3000 വിദ്യാർത്ഥികളും ഒരു കോളേജില് 1500 വരെ കുട്ടികൾ ഉണ്ടായിരിക്കണം എന്ന് നിർദ്ദേശിച്ച കമ്മീഷനാണ് ഇത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ആ 2 പോയിന്റുകൾ മാത്രം നോക്കിക്കേ. സർവകലാശാലകളുടെയും അഫിലിയേറ്റഡ് കോളേജുകളുടെയും മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 3000 ഒരു കോളേജിൽ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 1500 നിശ്ചയിച്ച കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അതുപോലെ 3 വർഷത്തെ ബിരുദ പാഠ്യപദ്ധതിയാക്കാനുള്ള നിർദ്ദേശം ആദ്യം നൽകിയത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 3 വർഷത്തെ ബിരുദ പാഠ്യപദ്ധതി, അങ്ങനെ ഉള്ള പാഠ്യപദ്ധതി കൊണ്ടുവരാനായിട്ട് നിർദ്ദേശം നൽകിയത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. നമ്മൾ ബിരുദം പഠിക്കുന്നത് 3 വർഷമല്ലേ? അത് ശുപാർശ ചെയ്തത് ഈ പറയുന്ന സർവകലാശാല കമ്മീഷനാണെന്ന് ഓർത്തു വെച്ചാൽ മതി. അതുപോലെ ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കണമെന്നും ഇത് നിർദ്ദേശിച്ചു. ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നു. ശാന്തിനികേതൻ, ജാമിയ മില്ലിയ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണെന്ന് പറഞ്ഞായിരുന്നു. അതാണ് ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കണം എന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ച കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ. അടുത്തെന്ന് പറയുന്നത് ഗവേഷണത്തിന് പ്രാധാന്യം നൽകി ബിരുദാനന്തര പഠനത്തിന്റെ നിലവാരമുയർത്തണം. ഗവേഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ബിരുദാനന്തര പഠനത്തിന്റെ നിലവാരമുയർത്തണമെന്നും നിർദ്ദേശിച്ച കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. നമുക്ക് പ്രസ്താവന രീതിയിലൊക്കെ തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഈ പറയുന്ന രാധാകൃഷ്ണൻ കമ്മീഷനിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നൊക്കെ ചോദിക്കാം. അതിന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ശുപാർശകളിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നൊക്കെ ചോദിച്ചാല് ജസ്റ്റ് നമ്മൾ ഓർത്തു വെച്ചേക്കണം. ഇന്ന കാര്യങ്ങളൊക്കെ രാധാകൃഷ്ണൻ കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഗവേഷണത്തിന് പ്രാധാന്യം നൽകി ബിരുദാനന്തര പഠനത്തിന്റെ നിലവാരം ഉയർത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷനാണ്. അതുപോലെ 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്തു. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം. പ്രീ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിവേഴ്സിറ്റിയിൽ സർവകലാശാലയിൽ എത്തുന്നതിന് മുന്നേ അല്ലെ? 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം. നമ്മൾ ഇപ്പോഴും എന്താണ് പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം 12 വർഷത്തെ അല്ലെ? +2 വരെ നമ്മൾ പഠിക്കുന്നില്ലേ? പണ്ട് കാലത്ത് എന്ന് പറയുന്നത് പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് കോളേജുമായിട്ട് അറ്റാച്ച് ചെയ്തല്ലായിരുന്നു. അപ്പൊ ഈ പറയുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം എന്നുള്ള കൺസെപ്റ്റ്. ഇനി ബോധന മാധ്യമം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ പഠന മാധ്യമം ഇംഗ്ലീഷിൽ വേണം എന്നാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ നിർദ്ദേശിച്ചേക്കുന്നത്. ഇപ്പൊ ബോധന മാധ്യമം നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചതിൽ ബോധന മാധ്യമം മാതൃഭാഷയിൽ നൽകണം എന്നാണ് ശുപാർശ ചെയ്തേക്കുന്നത് അല്ലെ? ഇവിടെ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ പഠന മാധ്യമം. ഇവിടെ എന്ന് പറയുന്നത് സർവകലാശാല കമ്മീഷൻ അല്ലേ ഇത്? അപ്പൊ ഉന്നത വിദ്യാഭ്യാസ പഠന മാധ്യമം എന്ന് പറയുന്നത് എങ്ങനെ കൊടുക്കണം? ഇംഗ്ലീഷിൽ വേണമെന്ന് അഭിപ്രായപ്പെട്ട കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇനി അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്. തന്നെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തിപ്പെടാനാകൂ എന്ന് പറഞ്ഞത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓർത്തു വെച്ചേക്കണം കൊട്ടേഷൻ. തന്നെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തിപ്പെടാനാകൂ എന്ന കൊട്ടേഷൻ പറഞ്ഞതാരാണ്? നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. തന്നെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തിപ്പെടാനാകൂ എന്ന് പറഞ്ഞത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ശുപാർശ ചെയ്തു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കണം. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്
ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനത്തില് കാര്യമായിട്ടുള്ള പങ്കുണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. സർവകലാശാലകളുടെയും അഫിലിയേറ്റഡ് കോളേജുകളുടെയും മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 3000 ഒരു കോളേജില് 1500 നിശ്ചയിച്ച കമ്മീഷനാണ്. 3 വർഷത്തെ ബിരുദ പാഠ്യപദ്ധതിയാക്കാനുള്ള നിർദ്ദേശം ആദ്യം നൽകുന്നതും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്, ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനും ഏത് തന്നെയാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗവേഷണത്തിന് പ്രാധാന്യം നൽകി ബിരുദാനന്തര പഠനത്തിന്റെ നിലവാരം ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടു. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്തു. ബോധന മാധ്യമം ഉന്നത വിദ്യാഭ്യാസ പഠന മേഖലയിൽ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ വേണമെന്ന് അഭിപ്രായപ്പെട്ടു. പിന്നീട് പറഞ്ഞത് ഒരു കൊട്ടേഷനാണ്. തന്നെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തിപ്പെടാനാകൂ എന്ന് പറഞ്ഞത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഇപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനെ പറ്റി പറഞ്ഞല്ലേ, UGCയെ പറ്റി പറഞ്ഞു. ഇപ്പൊ UGCയെ പറ്റി പറഞ്ഞ സമയത്ത് എവിടെയാണത് പറഞ്ഞത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയത് എന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും എന്നൊക്കെ നമുക്ക് നോക്കണം. UGC എന്താണ്? UGC ഫുൾ ഫോം ചോദിക്കും. UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ എന്നാണ് അതിന് ഷോർട്ടാക്കി പറയുമ്പോൾ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ ഏതാന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിട്ടുള്ള സർവകലാശാല കമ്മീഷൻ ആണ്, അല്ലെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആൻസർ പറയാം അല്ലെ. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? അത് സർവകലാശാല കമ്മീഷൻ ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് എന്ന് പറയണം. ഇനി ഉന്നത വിദ്യാഭ്യാസ മണ്ഡലത്തില് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത്? UGC എന്ന് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസി എന്ന് പറയുന്നത് UGC ആണ്. ഉന്നത വിദ്യാഭ്യാസ മണ്ഡലത്തില് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസി എന്ന് പറയുന്നത് UGC ആണ്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാലത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഏകോപനം, നിർണയം, നിലവാരം, നിലനിർത്തൽ എന്നിവ UGCയുടെ അധികാരത്തിൽപ്പെടുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഏകോപനം, അതിന്റെ നിർണയം, നിലവാരം, നിലനിർത്തൽ എന്നിവ UGCക്കാണ് എന്ന് ഓർത്തു വച്ചേക്കണം. അപ്പൊ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ വരാൻ കാരണമായത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. ഇനി വരുന്നതെല്ലാം നമുക്ക് എക്സാമിന് ചോദിക്കുന്ന പോയിന്റുകളാണ്. അപ്പം യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിച്ച വർഷം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും 1956 യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിലവിൽ വരുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1956 എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനു മുന്നേ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റി എന്ന പേരില് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാന്ന് ചോദിക്കുമ്പോഴാണ് 1956 എന്ന് പറയേണ്ടുന്നത്. എന്നാൽ ഇതിനു മുന്നേ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി രൂപീകരിക്കുന്ന വർഷം എന്ന് പറയുന്നത് 1945 അപ്പൊ ആലോചിച്ച് നോക്കിക്കേ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. അതായത് രാധാകൃഷ്ണൻ കമ്മീഷനൊക്കെ ശുപാർശ ചെയ്യുന്നതിന് മുന്നേ ഒരു കമ്മിറ്റി നിലവിൽ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റി എന്നാണ് അതിന്റെ പേര് എന്ന് പറയുന്നത്. അതുകൊണ്ട് കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മീഷൻ അല്ല എന്ന് ഓർത്തു വെച്ചേക്കണം. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 സർവകലാശാലകളുടെ മേൽനോട്ടമായിരുന്നു ഇതിന്റെ ചുമതല. ഏതിന്റെ? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന അലിഗഡ്, ബനാറസ്, ഡൽഹി സർവകലാശാലകളുടെ മേൽനോട്ടമായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി 1947 അതിന്റെ ഉത്തരവാദിത്വം എല്ലാ ഇന്ത്യൻ സർവകലാശാലകളിലേക്കും വ്യാപിപ്പിക്കപ്പെട്ടു. 1947 ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്
എല്ലാ സർവകലാശാലകളിലേക്കും, ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലേക്കും വ്യാപിപ്പിക്കപ്പെട്ടു. അപ്പൊ നോക്കിക്കേ, ആദ്യം 1945 എന്ത് വരുന്നുണ്ട്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റി രൂപീകൃതമായിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 സർവകലാശാലകളുടെ മേൽനോട്ടമായിരുന്നു. ഏതിന്റെയൊക്കെയാണ്? അലിഗഡ്, ബനാറസ്, ഡൽഹി. അതിനുശേഷം 1947 ആയപ്പോൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയമായപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എല്ലാ സർവകലാശാലകളിലേക്കും വ്യാപിപ്പിക്കപ്പെട്ടു. പിന്നീടാണ് ഏതൊക്കെ വരുന്നത്? നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നതും ഇതുപോലൊരു UGC രൂപീകരിക്കണം എന്നൊക്കെ ശുപാർശ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തില് 1953 യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിച്ചു. എന്താണ്? സ്ട്രെസ് ചെയ്ത് പഠിക്കണം. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിച്ചു എന്ന് മാത്രമേ പറഞ്ഞോളൂ. ഒരിക്കലും ആ സമയത്ത് എന്ത് ചെയ്തില്ല? അത് നിലവിൽ വന്നില്ല. അപ്പൊ ഇത് രൂപീകരിക്കുന്നതും നിലവിൽ വരുന്നതും രണ്ടും 2 വർഷമാണ്. അപ്പൊ 1953 പ്രത്യേകത എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിച്ചു 1953 ഡിസംബർ മാസം 28 1953 ഡിസംബർ മാസം 28 യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല? അത് നിലവിൽ വരുന്നില്ല. നിലവിൽ വരാൻ പിന്നീടും വർഷങ്ങൾ എടുത്തു, 2 വർഷത്തോളം എടുത്തു. എന്നാണ് നിലവിൽ വരുന്നത്? 1956 അത് നിലവിൽ വരുന്നത്. അതായത് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പൊ UGCയെ പറ്റി പറയുമ്പോൾ ഇത്രയും കാര്യങ്ങള് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിൽ വേണം. എന്തൊക്കെയാണ്? അത് വന്ന നാൾ വഴി നമുക്ക് വേണം. 1945 ഒരു യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. 3 സർവകലാശാലകളുടെ മേൽനോട്ടമായിരുന്നു അതിന്റെ ലക്ഷ്യം. ഏതൊക്കെയാണ്? അലിഗഡ്, ബനാറസ്, ഡൽഹി. അതിനുശേഷം 1947 ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലേക്കും വ്യാപിപ്പിക്കപ്പെട്ടു. പക്ഷെ 1953 എന്ത് രൂപീകരിക്കുന്നത്? നമ്മൾ ഇപ്പോൾ പറയുന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. വിത്ത് ഡേറ്റ് വെച്ച് പഠിച്ചു വെച്ചേക്കണം. 1953 ഡിസംബർ മാസം 28 എന്നാൽ ഇത് നിലവിൽ വരുന്നത് എന്നാന്ന് ചോദിച്ചാല് 1956 ഇനി നോക്കിക്കേ അടുത്ത പ്രത്യേകതകള്. UGC ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാല് അബ്ദുൽ കലാം ആസാദ് ആണ്. നമ്മുടെ UGC ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? അബ്ദുൽ കലാം ആസാദ് ആണ് UGC ഉദ്ഘാടനം ചെയ്യുന്നത്. UGCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് അബ്ദുൽ കലാം ആസാദും എന്നാല് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടുന്നതാണ്. UGCയുടെ ആപ്തവാക്യം എന്താന്ന് ചോദിച്ചാല് ഗ്യാൻ വിഗ്യാൻ വിമുക്തയെ എന്നതാണ്. ഗ്യാൻ വിഗ്യാൻ വിമുക്തയെ എന്നുള്ളതാണ്. അറിവാണ് മോചനം. ഗ്യാൻ വിഗ്യാൻ വിമുക്തയെ എന്നുള്ളതാണ് UGCയുടെ ആപ്തവാക്യം. അറിവാണ് മോചനം. ഈ 3 കാര്യങ്ങളില് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഗ്യാൻ വിഗ്യാൻ വിമുക്തയെ എന്നുള്ളത് അറിവാണ് മോചനം. അപ്പൊ UGC ഉദ്ഘാടനം ചെയ്തത് അബ്ദുൽ കലാം ആസാദ് ആണ്. UGCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. UGCയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഗ്യാൻ വിഗ്യാൻ വിമുക്തയെ എന്നുള്ളതാണ്. ഇനി UGCയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അത് ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ് UGCയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. ശാന്തി സ്വരൂപ് ഭട്നഗർ. ഇനി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാല് അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അതായത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ രണ്ടും തമ്മിൽ ഒരുമിച്ച് തന്നെയെന്ന് പറഞ്ഞാല് തെറ്റിപ്പോകരുത്. UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ. കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കണം. കാരണം നമ്മൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആണോ എന്ന് വിചാരിച്ച് ആൻസർ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അത് സർവകലാശാല കമ്മീഷൻ, അതിന്റെ ചെയർമാനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇപ്പൊ UGCയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നഗറും. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അതേതാണ്? അത് നമ്മുടെ സർവകലാശാല കമ്മീഷൻ, അതിന്റെ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനുമാണ്. ഇനി നോക്കിക്കേ, 1956 UGC ആക്ട് പ്രകാരം
ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലവാരം നിർണയിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള അധികാരം UGCയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. 1956 UGC ആക്ട് പ്രകാരം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആക്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലവാരം നിർണയിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള അധികാരം ആർക്കാണുള്ളത്? അത് നമ്മുടെ UGCക്കാണുള്ളത്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആണുള്ളത്. അപ്പൊ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ എന്ന് പേര് കേൾക്കുന്ന സമയത്ത് എന്താണ് ഓർമ്മ വരുന്നത്? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളാണ് എന്ന് ഓർത്തു വെച്ചേക്കണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലവാരം നിർണയിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? അത് UGCയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇനി നോക്കിക്കേ, എന്തൊക്കെയാണ് നമ്മുടെ UGCയുടെ കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്? UGCയുടെ കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പം സർവകലാശാലകൾക്ക് ധനസഹായം നൽകുക. UGCയുടെ കർത്തവ്യത്തിൽ ഒന്നാമത്തേതാണ് സർവകലാശാലകൾക്ക് ധനസഹായം നൽകുക, ബിരുദാനന്തര ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുക, സർവകലാശാല അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകള് നിജപ്പെടുത്തുക. ഇത് മൂന്നും UGCയുടെ കർത്തവ്യങ്ങളാണ്. എന്തൊക്കെയാണ്? സർവകലാശാലകൾക്ക് ധനസഹായം നൽകുക, സർവകലാശാലകൾക്ക് ധനസഹായം നൽകുക, ബിരുദാനന്തര ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുക, ബിരുദാനന്തര ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇനി സർവകലാശാല അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകള് നിജപ്പെടുത്തുക എന്നുള്ളതും UGCയുടെ കർത്തവ്യത്തില് ഉൾപ്പെടുന്നതാണ്. എന്നാൽ UGCയുടെ റീജിയണൽ ഓഫീസുകൾ എവിടൊക്കെയാണെന്ന് ചോദിച്ചാല് ബാംഗ്ലൂരിലുണ്ട്, ഭോപ്പാലിലുണ്ട്, ഗുവാഹട്ടിയിലുണ്ട്, ഹൈദരാബാദ്, കൊൽക്കത്ത, പൂനെ, ഇവിടെയൊക്കെ എന്തുണ്ട്? UGCയുടെ റീജിയണൽ ഓഫീസ് ഉണ്ട്. ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ബാംഗ്ലൂര്, ഭോപ്പാല്, ഗുവാഹട്ടി, ഹൈദരാബാദ്, കൊൽക്കത്ത, പൂനെ, ഇവിടേക്കാണ് UGCയുടെ റീജിയണൽ ഓഫീസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് UGC പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ് NAAC. അപ്പൊ അതിന്റെ എക്സ്പാൻഷനും ചോദിക്കും. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റഡ് കൗൺസിൽ എന്നാണ്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റഡ് കൗൺസിൽ എന്നുള്ളത് എല്ലാരും കേട്ടിട്ടുള്ള ടേം തന്നെയാണ്. കാരണം നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നാക്കിന്റെ ഈ അക്രഡിറ്റേഷൻ കിട്ടി, A ഗ്രേഡ് കിട്ടി, B ഗ്രേഡ് കിട്ടി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, നാക്ക്. ആ സമയത്ത് നമ്മൾ കേൾക്കുന്നതാണ് നാക്ക്, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റഡ് കൗൺസിൽ. ചിലരെങ്കിലും ഈ നാക്ക് ഇൻസ്പെക്ഷന് വരുന്നത് ഈ പറയുന്ന കോളേജുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ആ സംഭവമാണ് ഏതെന്ന് പറയുന്നത് നാക്ക്. നമ്മൾ എന്തിനാണ് ഈ നാക്ക് ഇവിടെ പഠിക്കുന്നതെന്ന് ചോദിച്ചാല്, നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്ഥാപിച്ച ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് ഏത്? നാക്ക് എന്ന് പറയുന്നത്. എന്താണ്? UGC സ്ഥാപിച്ച ഒരു സ്വയം ഭരണ സ്ഥാപനം. അപ്പൊ UGC ആയിട്ട് ബന്ധമുണ്ട്. നമ്മൾ എങ്ങനെ വന്നത്? ഡോക്ടർ S രാധാകൃഷ്ണന്റെ ശുപാർശ പ്രകാരമാണ് UGC വന്നത് എന്ന് പറഞ്ഞു. ഇനി UGC സ്ഥാപിച്ച ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് ഏത്? നാക്ക്, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റഡ് കൗൺസിൽ എന്നുള്ളത്. അപ്പൊ എന്താണ് പ്രത്യേകത? രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകാനും വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചത്. എന്താണ്? രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ പറയുന്ന നാക്ക് സ്ഥാപിച്ചത്. ഈ നാക്കാണ് വന്നത് കോളേജിന് അംഗീകാരം, അല്ലെങ്കിൽ ഇത്ര ഇതുണ്ട്, ഈ ഗ്രേഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അംഗീകാരം നൽകുന്നത് അവര് വന്ന് ഇൻസ്പെക്ഷൻ ചെയ്തിട്ടാണ്. ഇനി ഈ നാക്ക് രൂപീകരിക്കുന്നത് 1994 നാക്ക് രൂപീകരിക്കുന്ന എന്നാണ്. ഇത്തിരി ലേറ്റസ്റ്റ് ആയിട്ടാണ് അല്ലെ നാക്ക് രൂപീകരിക്കുന്നത്. 1994 എങ്കിൽ നാക്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. നാക്ക് രൂപീകരിച്ച വർഷം 1994. ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ് എന്ന് ഓർത്തു വെച്ചേക്കണം. ഇനി അടുത്ത് നമ്മള് പഠിക്കാൻ പോകുന്നത് മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ടു. രണ്ടുപേരും പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറിയും തിരിഞ്ഞും ഈ വിദ്യാഭ്യാസ കമ്മീഷനിൽ നമ്മുടെ ഏതാണ് എല്ലാ പരീക്ഷയ്ക്കും, നോർമൽ പരീക്ഷയ്ക്ക് എല്ലാം എന്ത് വരുന്നുണ്ട്? ഈ പറയുന്ന കമ്മീഷനെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പൊ മുതലിയാർ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 വർഷം 1952. ആദ്യം പഠിച്ചത് ഏതായിരുന്നു? ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ. അതാണ് സർവകലാശാല കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത്.
അടുത്തത് മുതലിയാർ കമ്മീഷൻ. എങ്ങനെ പഠിക്കണം? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. തിരിഞ്ഞു പോകരുത്, കാരണം അടുത്ത കൊത്താരി കമ്മീഷൻ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട കമ്മീഷൻ ഏതാണെന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയണം? അത് മുതലിയാർ കമ്മീഷൻ ആണ് എന്ന് പറയണം. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാല്, സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തിന്റെ വസ്തുക്കൾ വിലയിരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. എന്താണ് മുതലിയാർ കമ്മീഷൻ എന്ന് ചോദിച്ചാല്, സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തിന്റെ വസ്തുതകൾ വിലയിരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഇത് മുതലിയാർ കമ്മീഷൻ. എങ്ങനെ അറിയപ്പെടുന്നു? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. പേരിൽ തന്നെയല്ലേ. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തിന്റെ വസ്തുതകള് വിലയിരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ്. വർഷം എന്ന് പറയുന്നത് 1952. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അതായത് മുതലിയാർ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ കമ്മീഷൻ അറിയപ്പെടുന്നത് അല്ലെ. ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു. ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952. എന്താണ് പ്രത്യേകത? സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തിന്റെ വസ്തുതകൾ വിലയിരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ്. ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ലക്ഷ്മണസ്വാമി മുതലിയാറാണ്. ഇനി എന്തൊക്കെയാണ് പ്രത്യേകതകള്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങള് ശുപാർശ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത് മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കാൻ ശുപാർശ ചെയ്തു. അധ്യാപക പരിശീലന സമിതി. ഇപ്പൊ വിവിധോദ്ദേശ സ്കൂളുകളും അധ്യാപക പരിശീലന സമിതിയും രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത് മുതലിയാർ കമ്മീഷൻ. ഇനി എപ്പോഴും നമ്മൾ കാണുന്നതാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏത്? മുതലിയാർ കമ്മീഷൻ. തെറ്റാതിരിക്കാൻ മുതലിയാർ കമ്മീഷൻ. മുതലിയാർ ഇങ്ങനല്ലേ എഴുതുന്നത്? മുതലിയാർ. അപ്പൊ ആ താ വെച്ചിട്ട് ത്രിഭാഷ. അപ്പൊ ചോദിക്കും കോത്താരിക്കാത്ത തായല്ലേ? അത് 2 തായല്ലേ? ഇത്തായല്ലേ വരുന്നത്? അപ്പൊ ഈ ഒരു താ എന്നുള്ള രീതി വരുന്ന ഏതിനകത്താണ്? മുതലിയാർ കമ്മീഷൻ ത്രിഭാഷാ പദ്ധതി. മുതലിയാർ കമ്മീഷൻ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്തു. ഇനി സെക്കൻഡറി തലത്തില് ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്തതാണ് ഏത്? മുതലിയാർ കമ്മീഷൻ. എവിടെയാണ്? സെക്കൻഡറി തലത്തില് ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം എന്നും നിർദ്ദേശിച്ച കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കാൻ ശുപാർശ ചെയ്തു. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. അത് മറന്നു പോകുകയേ ചെയ്യരുത്. അതുപോലെ സെക്കൻഡറി തലത്തിൽ എന്ത് വേണം? ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് ശുപാർശ ചെയ്തു. അടുത്ത ശുപാർശ എന്ന് പറയുന്നത് കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചു. കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഏത്? മുതലിയാർ കമ്മീഷൻ. അപ്പൊ ത്രിഭാഷാ പദ്ധതി മാത്രമല്ല, കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. അതുപോലെ ഗ്രാമപ്രദേശങ്ങളില് റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. ഗ്രാമപ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കണം. നേരത്തെ ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളില് റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തത് നമ്മുടെ മുതലിയാർ കമ്മീഷനാണ്. ഇനി 1:30 എന്ന അനുപാതത്തില് ക്ലാസുകൾ നിർണയിക്കുക. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് ടീച്ചറും കുട്ടികളും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 1:30 ആണ്. 30 കുട്ടികൾക്ക് ഒരു അധ്യാപിക എന്ന നിലയിലാണ് അല്ലെ. അപ്പൊ ഇത് മുന്നേ തന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട്. ആരെന്ന് പറയുന്നത്? നമ്മുടെ മുതലിയാർ കമ്മീഷൻ. അതായത് 1:30 എന്ന അനുപാതത്തില് ക്ലാസുകൾ നിർണയിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. ഇനി അധ്യാപകരുടെ പെൻഷൻ പ്രായം 60 ആക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അധ്യാപകരുടെ പെൻഷൻ പ്രായം എന്ന് പറയുന്നത് 60 ആക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനും ഏത് തന്നെയാണ്? മുതലിയാർ കമ്മീഷനാണ്. അപ്പൊ നോക്കിക്കേ എന്തൊക്കെ പറഞ്ഞു?
വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു. അധ്യാപക പരിശീലന സമിതികൾ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തു. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്ന് അവകാശപ്പെട്ടു. ഇനി സെക്രട്ടറി തലത്തില് വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കാനായിട്ട് നിർദ്ദേശം നൽകി. കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചു. ഗ്രാമപ്രദേശങ്ങളില് റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കാനായിട്ട് നിർദ്ദേശം നൽകി. 1:30 എന്ന അനുപാതത്തില് ക്ലാസുകൾ നിർണ്ണയിക്കാനായിട്ട് നിർദ്ദേശം നൽകി. അധ്യാപകരുടെ പെൻഷൻ പ്രായം എന്ന് പറയുന്നത് 60 ആക്കണമെന്നും ശുപാർശ ചെയ്ത കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 എന്ന് പറയുന്നത്. ഇനി ബോധന രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നും ഈ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ബോധന രീതികൾ, പഠന രീതി എങ്ങനെയായിരിക്കണം? പ്രവർത്തന രീതി, പ്രോജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി, ഇതായിരിക്കണം ബോധന രീതി എന്ന് പറയുന്നത്. അതായത് ക്ലാസ്സുകളില് പഠനം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോധന രീതികൾ എന്ന് പറയുന്നത് പ്രവർത്തന രീതി, പ്രോജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി എന്നിവയായിരിക്കണമെന്നും മുതലിയാർ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പം മുതലിയാർ കമ്മീഷൻ പ്രകാരം, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പ്രകാരം ബോധന രീതികൾ എങ്ങനെയായിരിക്കണമെന്നാ പറയുന്നത്? പ്രവർത്തന രീതി, പ്രോജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി ഇങ്ങനെയായിരിക്കണമെന്ന് ശുപാർശ ചെയ്തു. അടുത്തെന്ന് പറയുന്നത് കോത്താരി കമ്മീഷനാണ് 1967. കോത്താരി കമ്മീഷൻ 1967. അപ്പൊ നോക്കിക്കേ, ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെട്ടു. ഏത്? കോത്താരി കമ്മീഷൻ. ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെട്ട കമ്മീഷനാണ് ഏത്? കോത്താരി കമ്മീഷൻ. ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെട്ട കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇതിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? DS കോത്താരിയാണ്. ഇനി 1968 ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? ഈ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മൾ 1968 ദേശീയ വിദ്യാഭ്യാസ നയം പഠിക്കണം, 86 പഠിക്കണം, 2020 പഠിക്കണം അല്ലെ. അപ്പൊ 1968 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് ഏത് റിപ്പോർട്ടിനെ തുടർന്നാന്ന് ചോദിച്ചാല് കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ്. അപ്പൊ കോത്താരി കമ്മീഷൻ വർഷം എത്രയാണ്? 1967. കോത്താരി കമ്മീഷൻ 1967. എന്താണ് പ്രത്യേകത? ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെട്ടു. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെട്ടത് കോത്താരി കമ്മീഷനാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെട്ടത് കോത്താരി കമ്മീഷനാണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത് മുതലിയാർ കമ്മീഷനാണ്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിന്റെ അധ്യക്ഷൻ കോത്താരിയാണെന്ന് പറഞ്ഞു. 1968 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനായിട്ട് കാരണമായത് കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. ഈ കോത്താരി കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്ത് എത്ര അംഗസംഖ്യ ഉണ്ടായിരുന്നു? അംഗങ്ങൾ എത്രയെന്ന് ചോദിച്ചാല് അത് 17 കോത്താരി കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ അംഗസംഖ്യ എന്ന് പറയുന്നത് അതിലെ അംഗസംഖ്യ 17 എന്ന് ഓർത്തു വെച്ചേക്കണം. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1966 ജൂൺ 29 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1966 ജൂൺ മാസം 29 ആ റിപ്പോർട്ടിന്റെ പേരാണ് വിദ്യാഭ്യാസവും ദേശീയ വികസനവും. ഓർത്തു വച്ചേക്കണം. കോത്താരി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പേരെന്താന്ന് ചോദിച്ചാല് വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നുള്ളതാണ്. വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നുള്ളതാണ് റിപ്പോർട്ടിന്റെ പേര്. എന്നാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നമ്മൾ കോത്താരി കമ്മീഷന്റെ വർഷം പഠിക്കുന്നതിന് 1 വർഷം മുന്നേ ഓർത്താൽ മതി. 1966 ജൂൺ മാസം. സ്കൂൾ തുറക്കുന്ന ജൂൺ മാസം അല്ലേ? അങ്ങനെ ഓർത്തു നോക്കേ. ജൂൺ മാസം 29 റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1966 ജൂൺ മാസം 29 എന്നാൽ ആ റിപ്പോർട്ടിന്റെ പേരെന്ന് പറയുന്നത് വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നുള്ളതാണ്. വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നുള്ളതാണ് ഇതിന്റെ റിപ്പോർട്ടിന്റെ പേര്. എന്നാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെ? അതായത് കോത്താരി കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളുടെ വികസനത്തിലൂടെ സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെടുത്തുക. എന്താണ് പറഞ്ഞത്?
ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളുടെ വികസനത്തിലൂടെ സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നുള്ളത് ഇതിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളുടെ വികസനത്തിലൂടെ സാമ്പത്തിക പുരോഗതി മെച്ചപ്പെടുത്തുക. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളുടെ വികസനത്തിലൂടെ സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നുള്ളത് ഏതിന്റെ ലക്ഷ്യമായിരുന്നു? കൊത്താരി കമ്മീഷന്റെ ലക്ഷ്യമായിരുന്നു. ഇനി സാമൂഹിക ഉച്ചനീചത്വങ്ങള് ഉന്മൂലനം ചെയ്ത് ദേശീയോദ്ഗ്രഥനം കൈവരിക്കുക എന്നുള്ളതും ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. എന്താണ്? സാമൂഹിക ഉച്ചനീചത്വങ്ങൾ മാറ്റിയിട്ട്, സാമൂഹിക ഉച്ചനീചത്വങ്ങളെ തുടച്ചു നീക്കിയിട്ട് ദേശീയോദ്ഗ്രഥനം കൈവരിക്കുക എന്നുള്ളതും ഈ കൊത്താരി കമ്മീഷന്റെ പ്രത്യേകതയായിരുന്നു. അപ്പൊ ഈ രണ്ട് പ്രത്യേകത ഓർത്തു വെച്ച് എന്തൊക്കെയാണ് കൊത്താരി കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളുടെ വികസനത്തിലൂടെ സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെടുത്തുക, സാമൂഹിക ഉച്ചനീചത്വങ്ങൾ ഉന്മൂലനം ചെയ്ത് ദേശീയോദ്ഗ്രഥനം കൈവരിക്കുക എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യമായിരുന്നു. ഇനി മറ്റു ലക്ഷ്യങ്ങൾ നോക്കിക്കേ. സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസ സന്ദർഭങ്ങളും തൊഴിൽ സൗകര്യങ്ങളും പ്രദാനം ചെയ്യുക. ടേം എന്താ പറഞ്ഞത് മനസ്സിലായോ? സാർവത്രികമായ, എല്ലാവർക്കും എല്ലായിടത്തും ഒരുപോലെ സാർവത്രികമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും വിദ്യാഭ്യാസ സന്ദർഭങ്ങളും തൊഴിൽ സൗകര്യങ്ങളും പ്രദാനം ചെയ്യണം. സാർവത്രികമായ വിദ്യാഭ്യാസ സന്ദർഭങ്ങളും തൊഴിൽ സൗകര്യങ്ങളും പ്രദാനം ചെയ്യുക. ജനന നിരക്ക് ക്രമീകരിച്ച് ജനസംഖ്യ വർധനവ് നിയന്ത്രിക്കുക. ഒരുപക്ഷെ പ്രസ്താവനയിൽ തരുമ്പോൾ നമ്മൾ ആദ്യം അവോയ്ഡ് ചെയ്യുന്ന ടേം ഇതായിരിക്കും. ഏതാ? ജനന നിരക്ക് ക്രമീകരിച്ച് ജനസംഖ്യ വർധനവ് നിയന്ത്രിക്കുക എന്നുള്ളത്. ഇതും ആര് ശുപാർശ ചെയ്തിട്ടുണ്ട്? നമ്മുടെ കൊത്താരി കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്താണ്? ജനന നിരക്ക് ക്രമീകരിച്ച് ജനസംഖ്യ വർധനവ് നിയന്ത്രിക്കുക എന്നുള്ളത് സ്ട്രെസ് ചെയ്ത് പഠിച്ചു വെച്ചേക്കണം. അടുത്തെന്ന് പറയുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി സാമാന്യ ജനങ്ങൾക്ക് ക്ഷേമം കൈവരുത്തുക. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് ക്ഷേമം കൈവരുത്തുക എന്നുള്ളതും കൊത്താരി കമ്മീഷന്റെ പ്രത്യേകതയായിരുന്നു. അന്താരാഷ്ട്ര ധാരണ വളർത്തുക എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ നോക്കിക്കേ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞു? പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളുടെ വികസനത്തിലൂടെ സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെടുത്തുക, സാമൂഹിക ഉച്ചനീചത്വങ്ങൾ ഉന്മൂലനം ചെയ്ത് ദേശീയോദ്ഗ്രഥനം കൈവരിക്കുക, സാർവത്രികമായ വിദ്യാഭ്യാസ സന്ദർഭങ്ങളും തൊഴിൽ സൗകര്യങ്ങളും പ്രദാനം ചെയ്യുക, ജനന നിരക്ക് ക്രമീകരിച്ച് ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കുക, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി സാമാന്യ ജനങ്ങൾക്ക് ക്ഷേമം കൈവരുത്തുക, അന്താരാഷ്ട്ര ധാരണ വളർത്തുക. ഇത്രയും അതിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. എന്നാൽ കൊത്താരി കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തൊക്കെ? ആ ശുപാർശകളിന് ഒന്നാമത്തേതാണ് 10+2+3 പാറ്റേൺ മുന്നോട്ട് വെച്ചു എന്നുള്ളത്. 10+2+3 പാറ്റേൺ മുന്നോട്ട് വെച്ചു. ഇതും റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 10+2+3 പാറ്റേൺ മുന്നോട്ട് വെച്ച കമ്മീഷനാണ് കൊത്താരി കമ്മീഷൻ. അപ്പൊ മുതലിയാർ കമ്മീഷന്റെ പ്രത്യേകതയാണ് ഏതെന്ന് പറയുന്നത്? ത്രിഭാഷാ പദ്ധതി എന്നുള്ളത്. അപ്പൊ 10+2+3 ഏതാണ്? കൊത്താരി കമ്മീഷൻ. നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്നതാണിത്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി കോഴ്സ് കോളേജ് തലത്തിൽ നിന്ന് വേർപെടുത്തി സ്കൂൾ തലത്തിലേക്ക് മാറ്റണം. ഹയർ സെക്കൻഡറി കോഴ്സ് കോളേജ് തലത്തിൽ നിന്ന് വേർപെടുത്തി സ്കൂൾ തലത്തിലേക്ക് മാറ്റണം. അതാണ് പണ്ട് നമ്മൾ ഇപ്പോൾ +2 എന്ന് പറയുന്ന സ്ഥാനത്ത് പണ്ട് എന്താണ് പറയുന്നത്? +2 പ്രകാരം പ്രീ ഡിഗ്രി എന്ന് പറയാം അല്ലെ? അത് കോളേജിലാണ് നടത്തുകയും ചെയ്യുന്നത്. അപ്പൊ അത് മാറ്റി എന്താണ്? ആദ്യത്തെ ഒരു 10 വർഷക്കാലം സ്കൂൾ ടൈം പഠനം, പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒരു 2 വർഷം, അടുത്ത 3 വർഷത്തെ ബിരുദ പഠനം. 10+2+3 പാറ്റേൺ മുന്നോട്ട് വെച്ച കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത്? കൊത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. പ്രത്യേകത എന്താണ്? ഹയർ സെക്കൻഡറി കോഴ്സ് കോളേജ് തലത്തിൽ നിന്നും വേർപെടുത്തി സ്കൂൾ തലത്തിലേക്ക് മാറ്റണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ്. ഇനി സ്കൂൾ കോംപ്ലക്സുകൾ സംഘടിപ്പിക്കണം. സ്കൂൾ കോംപ്ലക്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വിഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അടുത്തടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന സ്കൂളുകളുടെ കൂട്ടം, അതായത് സ്കൂൾ കെട്ടിടങ്ങളുടെ ചിലപ്പം ഒരു കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. LP സ്കൂൾ ഉണ്ട്, UP സ്കൂൾ ഉണ്ട്, അതുപോലെ ഹയർ സെക്കൻഡറി. ഇതെല്ലാം സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിട്ട് ഒരു വലിയ കോമ്പൗണ്ടിനകത്ത് തന്നെ കാണും. അതല്ലെങ്കിൽ അടുത്തടുത്ത പ്രദേശത്ത് തൊട്ടടുത്ത്, അതായത് വിഭവങ്ങൾ പരസ്പരം കൈമാറാൻ പറ്റുന്ന രീതിയിൽ അടുത്തടുത്ത് സ്ഥാപിച്ചിട്ടുള്ള സ്കൂളുകളുടെ കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് വിഭവങ്ങൾ കൈമാറുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഒരിടത്ത് കമ്പ്യൂട്ടർ ലാബ് ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പം UP സെക്ഷനിൽ കമ്പ്യൂട്ടർ ലാബ് ഇല്ല,
പിന്നെ ഈ പറയുന്ന ഹൈസ്കൂൾ സെക്ഷനില് കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്. അടുത്തടുത്തുള്ള സ്കൂളുകളാണെങ്കിൽ എന്ത് ചെയ്യാം, അത് ആ കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം. അതാണ് സ്കൂൾ കോംപ്ലക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അടുത്തടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന സ്കൂളുകളാണ് ഏതെന്ന് പറയുന്നത് സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമുക്കത് പഠിക്കാനായിട്ടുള്ളതാണ്. ഇനി നോക്കിക്കേ, മാതൃഭാഷയ്ക്ക് എല്ലാ ഘട്ടത്തിലും പ്രാധാന്യം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷനാണ് ഏത്? കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? 10, +2, +3 പാറ്റേൺ മുന്നിട്ട് വെച്ചു. ഹയർ സെക്കൻഡറി കോഴ്സ് കോളേജ് തലത്തിൽ നിന്ന് വേർപെടുത്തി സ്കൂൾ തലത്തിലേക്ക് മാറ്റണമെന്ന് ശുപാർശ ചെയ്തു. സ്കൂൾ കോംപ്ലക്സുകൾ സംഘടിപ്പിക്കാൻ പറഞ്ഞു. അതുപോലെ മാതൃഭാഷയ്ക്ക് എല്ലാ ഘട്ടത്തിലും എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണമെന്നും ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏത്? കോത്താരി കമ്മീഷൻ. ഇനി പ്രവൃത്തി പരിചയം എല്ലാ തലത്തിലും നിർബന്ധമാക്കണം. പ്രവൃത്തി പരിചയം എല്ലാ തലത്തിലും നിർബന്ധമാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ്. അതുപോലെ വയോജന വിദ്യാഭ്യാസവും തുടർ വിദ്യാഭ്യാസവും കൂടുതൽ വ്യാപകമാക്കണമെന്നും പറഞ്ഞു. ഈ വയോജന വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഓർത്തു വച്ചേക്കണം. ഏത് പറഞ്ഞതുപോലെ ജനസംഖ്യ നിയന്ത്രിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഓർത്തു വച്ചേക്കണം. വയോജന വിദ്യാഭ്യാസവും തുടർ വിദ്യാഭ്യാസവും കൂടുതൽ വ്യാപകമാക്കണം. പ്രവൃത്തി പരിചയം എല്ലാ തലത്തിലും നിർബന്ധമാക്കണം. വയോജന വിദ്യാഭ്യാസവും തുടർ വിദ്യാഭ്യാസവും കൂടുതൽ വ്യാപകമാക്കണം. വിദ്യാഭ്യാസം എന്ന വിഷയത്തെ ഒരു സ്വതന്ത്ര വിജ്ഞാന ശാഖയായി അംഗീകരിച്ച് കോളേജുകളിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ശുപാർശ ചെയ്തു. വിദ്യാഭ്യാസം എന്ന വിഷയത്തെ ഒരു സ്വതന്ത്ര വിജ്ഞാന ശാഖയായിട്ട് അംഗീകരിച്ച്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര വിദ്യാഭ്യാസ ശാഖയായിട്ട് അംഗീകരിച്ചിട്ട് എന്ത് ചെയ്യണം? കോളേജുകളിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു മേഖല തന്നെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അത് കോളേജുകളിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും വേണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ പറഞ്ഞതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് 10, +2, +3 മാതൃകയില് വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചു. ആര്? കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ. ഇനി സെക്കൻഡറി തലത്തില് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനും ഏത് തന്നെയാണ്? കോത്താരി കമ്മീഷനാണ്. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്നും കോത്താരി കമ്മീഷൻ പറയുന്നുണ്ട്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്നും കോത്താരി കമ്മീഷനിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? 10, +2, +3 മാതൃകയില് വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തില് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്നും ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത്? കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ഇതും പല പ്രാവശ്യം എടുത്തു ചോദിച്ചതാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് DS കോത്താരിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടതാണ് ആര്? DS കോത്താരി. ഇനി സെക്കൻഡറി തലത്തില് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തു. സെക്കൻഡറി തലത്തില് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓർത്തു വെക്കേണ്ടുന്ന പോയിന്റ് ആയിട്ട് 3 തന്നില്ലേ? സെക്കൻഡറി തലത്തില് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത്? കോത്താരി കമ്മീഷൻ. ഇനി അടുത്തൊരു കൊട്ടേഷൻ നോക്കിക്കേ. ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിലുള്ള നീക്കുപോക്കില്ലാത്ത സ്വഭാവത്തിന് മാറ്റം വരുത്തുക എന്നതാണ്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഒരു കാര്യം തീർച്ച, ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നിന്റെ ആവശ്യം നിറവേറ്റുമെങ്കിലും നാളത്തെ ആവശ്യത്തിന് അത് അത്രയും പറ്റുകയില്ല. ആര് പറഞ്ഞു? ഡോക്ടർ S കോത്താരി. അപ്പൊ നിങ്ങള് ഇത്രയും കാര്യങ്ങളെങ്കിലും അതിനകത്ത് ഓർത്തു വച്ചേക്കണം. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നിന്റെ ആവശ്യം നിറവേറ്റുമെങ്കിലും നാളത്തെ ആവശ്യത്തിന് അത് അത്രയും പറ്റുകയില്ല എന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരിയാണ്. അപ്പൊ എന്താണ് പറഞ്ഞത് ആ കൊട്ടേഷൻ? ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിലുള്ള നീക്കുപോക്കില്ലാത്ത സ്വഭാവത്തിന് മാറ്റം വരുത്തുക എന്നതാണ്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തില് ഒരു കാര്യം തീർച്ച, ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നിന്റെ ആവശ്യം നിറവേറ്റുമെങ്കിലും നാളത്തെ ആവശ്യത്തിന് അത്രയും പറ്റുകയില്ല എന്ന് പറഞ്ഞത്
ഡോക്ടർ DS കോത്താരിയാണ്. ലാസ്റ്റിലത്തെ ഇത് മാത്രം ഓർത്തു വെച്ചാലും മതി, നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയുമാണ് കോത്താരി കമ്മീഷനെ പറ്റി പറയാനായിട്ട് ഉള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയാണ്. അപ്പൊ എന്താണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി? ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതൊക്കെയായിരുന്നു? ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷനും മുതലിയാർ കമ്മീഷനും കോത്താരി കമ്മീഷനും ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി അത്രയും പഠിക്കാനില്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ കുറച്ച് കമ്മീഷനുകളും കൂടി പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. വർഷം 1990 രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി 1990. പ്രത്യേകത 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാനായി രൂപീകരിച്ച കമ്മിറ്റിയാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടി രൂപീകരിച്ചതാണ് ഏതെന്ന് പറയുന്നത് 1990 രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി, റിവ്യൂ പറയാനായിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി 1990. രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി 1990. ഇപ്പം 1986 ഒരു വിദ്യാഭ്യാസ നയം ഉണ്ടായിട്ടുണ്ടല്ലോ. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് വന്ന കമ്മിറ്റിയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി 1990 എന്ന് പറയുന്നത്. ബാക്കി പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അധ്യക്ഷൻ ആരാണ്? ആചാര്യ രാമമൂർത്തി ആയിരുന്നു. അടുത്തത് സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട 2015 കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണെന്ന്. സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായിട്ട് ബന്ധപ്പെട്ട് 2015 നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് N ഗോപാലസ്വാമി കമ്മിറ്റി. ഇപ്പൊ ഗോപാലസ്വാമി എന്ന പേര് കേൾക്കുമ്പോൾ എന്ത് ഓർമ്മ വരണം? സംസ്കൃത ഭാഷയുടെ ഉന്നമനത്തിനായിട്ട് രൂപീകരിച്ചതാണ്. എന്താണ്? സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് 2015 നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് N ഗോപാലസ്വാമി എന്നുള്ളത്. അപ്പൊ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. അത് വർഷം 1990. എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി 1990. എന്നാൽ അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് 2015 സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് ഏത്? N ഗോപാലസ്വാമി കമ്മിറ്റി എന്നുള്ളത്. ഇനി അടുത്തെന്ന് പറയുന്നത് TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി. TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി പ്രത്യേകത അധ്യാപക നിയമനത്തിന് ടെറ്റ് നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ്. അധ്യാപക നിയമനത്തിന് ടെറ്റ് നിർബന്ധമാക്കണം എന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി. അതിപ്പോ നടപ്പിലാക്കുകയും ചെയ്തല്ലോ. ഇപ്പൊ നമുക്ക് എന്തുണ്ട്? ടെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താകാൻ പറ്റത്തുള്ളൂ? അധ്യാപകരാകാൻ പറ്റത്തുള്ളൂ എന്ന് പറയല്ലേ. അപ്പൊ അധ്യാപക നിയമനത്തിന് ടെറ്റ് നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ഏത്? TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി. അപ്പൊ ടെറ്റ് എന്ന് കേൾക്കുമ്പം ആ ടീയിൽ തന്നെ തുടങ്ങുന്ന പേരാണെന്ന് ഓർത്തു വെച്ചേക്കുക, TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി. പിന്നെ പുത്തൻ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കുന്നതിനായി 2015 കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റിയാണ്. പുത്തൻ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം, പുതിയ വിദ്യാഭ്യാസ നയം 2020 വന്നില്ലേ. അപ്പൊ പുത്തൻ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കുന്നതിനായിട്ട് 2015 കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവനാണ് ആര്? TSR സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെച്ചേ. TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി എന്താണ് പ്രത്യേകത? ടെറ്റ് നിർബന്ധമാക്കണമെന്ന് പറഞ്ഞു. അതുപോലെ പുത്തൻ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കുന്നതിനായിട്ട് 2015 കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവനുമാര് തന്നെയായിരുന്നു TSR സുബ്രഹ്മണ്യൻ ആയിരുന്നു. അപ്പൊ ഇത്രയും കമ്മിറ്റികളെ പറ്റിയാണ് നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, എല്ലാം കമ്മിറ്റികളും ഓരോരോ ചെറിയ ചെറിയ പോയിന്റുകൾ ഇതിനകത്തുണ്ട്. അതായത് ത്രിഭാഷാ പദ്ധതി 10 +2 +3 അങ്ങനത്തെ ഉള്ളതൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിച്ചു വെച്ചേക്കണം. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.